ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അഭിയുടെയും ജാനകിയുടെയും സീരിയലിന്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ അളകാപുരി തറവാട്ടില് ജാനകിയുടെ ആ ഒരു മാറ്റം കാണുമ്പോൾ മുത്തശ്ശി ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. മുത്തശ്ശി അങ്ങോട്ട് മാറുമ്പോഴും ഇങ്ങോട്ട് മാറുമ്പോഴും ഒക്കെ നമ്മുടെ ജാനകിയെ കുറ്റമൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാലും ജാനകി ആണെങ്കിൽ മുത്തശ്ശിയോട് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന ആ ഒരു സമയം മുത്തശ്ശിക്ക് മനസ്സിലായി ഇവള് പഴയ ജാനകിയല്ല എന്ന്. ഇവളോട് കളിച്ചു കഴിഞ്ഞാല് ഇനി പ്രശ്നമാകുമെന്നും മുത്തശ്ശി മനസ്സിലാക്കി. അങ്ങനെ മുത്തശ്ശി ഒരു പൊടിക്ക് ഒതുങ്ങുമ്പോഴത്തേക്കിനും ജാനകി ഈ സങ്കടങ്ങൾ മുഴുവനും പോയി അവിയുടെ അടുത്ത് പറയാണ്. അപ്പം അവിയാണെങ്കിൽ ഇപ്പൊ എന്തായാലും തൽക്കാലം ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറ്റില്ലല്ലോ. അവരുടെയൊക്കെ വിവാഹം കഴിയട്ടെ, എന്റെ ചുമതലകളൊക്കെ കഴിയട്ടെ, അതിനുശേഷം നമുക്ക് മാത്രമായിട്ട് നമുക്കൊരു കുഞ്ഞു സ്വർഗം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചിരിക്കുക. പിന്നീടാണെങ്കിലോ അളകാപുരിയില് നമ്മുടെ അജയുടെയും അതുപോലെ തന്നെ നമ്മുടെ നിരഞ്ജനയുടെയും വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പം എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ അജയ് ആ വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഏട്ടനും ഏട്ടത്തിയമ്മയും അതുപോലെ നമ്മുടെ കുഞ്ഞുമോളും അവരുടെ സഹോദരനായിട്ടുള്ള അമലും ഒക്കെ കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ അജയുടെ വരവ്. അജയുടെ കയ്യിലുള്ള ഗിഫ്റ്റുകളൊക്കെ കാണുമ്പോഴത്തേക്കിനും മോള് ചോദിച്ചു, ചെറിയച്ച ഇത് എന്തേ കൊണ്ടുവന്നിരിക്കുന്നത്? ചെറിയച്ചൻ എന്തൊക്കെയോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മോൾക്കുള്ളത് ഏതാന്ന് ചോദിക്കുക. അപ്പൊ മോൾക്കുള്ളതും അതുപോലെ നമ്മുടെ അഭിക്കുള്ളതും ജാനകിക്കുള്ളതും അതുപോലെ തന്നെ അമലിനും ഭാര്യയ്ക്കുള്ളതും ഉൾപ്പെടെയൊക്കെ അജയ് പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണെങ്കിലും അഭി എടാ എനിക്ക് ഒരുപാട് സന്തോഷമായി, കൊള്ളാലോ, നല്ല സെലക്ഷൻ ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അജയ്ക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അങ്ങനെ അവര് അവിടെ വെച്ച് ആ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഏട്ടത്തിക്കുള്ളത് ഏട്ടത്തിയുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ അജയ് ജാനകിക്ക് വേണ്ടി വാങ്ങിച്ച സാരി അവളുടെ കയ്യിലേക്ക് കൊടുക്കുക. അങ്ങോട്ടേക്ക് ഈ സംസാരമൊക്കെ കേട്ട് നമ്മുടെ അപർണ എത്തുകയാണ്. അപർണയ്ക്ക് ഈ കാര്യങ്ങളൊന്നും തീരെ ദഹിക്കില്ലല്ലോ. അപർണയെ ചതിച്ചതാണ് നമ്മുടെ അജയ്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ദേഷ്യം അജയുടെ അടുത്തുണ്ട്. അജയ് കല്യാണത്തിന് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്ന ആ ഡ്രസ്സ് അത് അപർണ വാങ്ങിച്ചിട്ട് വലിച്ചെറിയാണ്. അപ്പം അമലിനാണെങ്കിലും നല്ല പോലെ തന്നെ ദേഷ്യം വന്നു. എടി അഹങ്കാരി, നീ എന്തേ കാണിച്ചെന്ന് ചോദിക്കുമ്പോ അതെ നിങ്ങള് എങ്ങനെയാണ് എന്റെ ഭർത്താവായതെന്നും ഇയാൾ എന്നെ ചതിച്ച കഥയും ഒക്കെ ഇനി ഞാൻ നിനക്ക് പ്രത്യേകം പറഞ്ഞു തരണോ? നിന്നെ പോലെയുള്ള ഒരു കിഴങ്ങനെ ഞാൻ സഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമലിനെ കൊച്ചാക്കി സംസാരിക്കുമ്പോഴത്തേക്കിനും അജയ് ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ അഭിയും നമ്മുടെ ജാനകിയും ഒക്കെ ഇടപെട്ടിട്ട് ആ പ്രശ്നം അങ്ങ് സോൾവ് ആക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ അമൃതയുടെയും ശരണിന്റെയും ജീവിതത്തില് പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പം അതിന്റെ പേരില് അമൃത ഇപ്പൊ ഉള്ളത് അവരുടെ വീട്ടിലാണല്ലോ. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ജാനകി ആണെങ്കിലോ ഇവരുടെ അടുത്ത് സംസാരിക്കാം എന്നുള്ള ആ ഒരു കാര്യമൊക്കെ ആയിട്ട് നമ്മുടെ ശരണിനെ ചെന്ന് കാണുക. ശരണാണെങ്കിൽ പക്ക ഡീസന്റ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജാനകിയും അഭിയും ഒക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവരുടെ ഈ ധാരണകൾ മുഴുവനും തെറ്റാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശരണിന്റെ ചില നടപടികൾ അത് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പം അവിടെ ശരണിനെ വെള്ള പൂശാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അഭിക്ക് ചെറിയൊരു ഡൗട്ട്. ജാനകി, നീ ഇപ്പൊ പോയി സംസാരിക്കാൻ പോകുന്ന കാര്യം അത് നിനക്ക് നല്ല ഉറപ്പുണ്ടോ? അവൻ അങ്ങനെയുള്ളൊരു തെറ്റ് ചെയ്യുമെന്ന എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അമൃത അതൊന്നും ചുമ്മാ കെട്ടിച്ചമച്ച് പറയില്ലല്ലോ. അവൾക്ക് അവന്റെ പെരുമാറ്റത്തിലും അവന്റെ സംസാരത്തിലും അതുപോലെ അവന്റെ നടപടികളിലും ഒക്കെ എന്തെങ്കിലും സംശയം തോന്നിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നീ അത് വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് വേണം ഈ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. അറിയാലോ, അവസാനം നീ പറയുന്നത് എങ്ങാനും തെറ്റായി പോയി കഴിഞ്ഞാല് അളകാപുരി തറവാട്ടിലുള്ള എല്ലാരും നിന്റെ നേരെ തിരിയുമെന്നുള്ള കാര്യം അഭി ഓർമ്മപ്പെടുത്തുകയാണ്. ജാനകിയാണെങ്കിലോ വളരെയധികം കോൺഫിഡൻസോട് കൂടി ഇല്ല അഭിയേട്ടാ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ശരൺ അങ്ങനെയുള്ളൊരു തെറ്റൊന്നും ചെയ്യില്ല, അത് മുഴുവനും അമൃതയുടെ തെറ്റിദ്ധാരണയായിരിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. പിന്നീടാണെങ്കിലും ഈ പെരുങ്കള്ളനായിട്ടുള്ള ശരൺ അവനൊരു പെണ്ണുമായിട്ട് നടന്നിട്ട് നമ്മുടെ നിരഞ്ജനയുടെയും അതുപോലെ തന്നെ അജയുടെയും അടുത്ത് പോയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണല്ലോ. അപ്പം അതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ശരൺ എന്തായാലും പക്ക ഒരു ഡീസന്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അജയ് ആണെങ്കിലോ അജയ് നേർക്ക് നേർ നിന്ന് ശരണിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുക. അപ്പൊ ശരൺ ആണെങ്കിലും
ഇതിനു മുന്നേ ഭയങ്കര ഡീസന്റ് ആയിട്ട് നടന്നിട്ട് ശരൺ നമ്മുടെ അജയുമായിട്ട് ചെറിയ ക്ലാഷുകളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് സംസാരിക്കുന്ന സമയം നീ ഉണ്ടല്ലോ, നീ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും നീ നമ്മുടെ അളകാപുരി തറവാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഇപ്പൊ പരിഹരിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ ഞങ്ങൾ ആരും നിനക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം ശരൺ നമ്മുടെ അജയുടെ അടുത്ത് സംസാരിക്കുക. അപ്പൊ അജയ് പറഞ്ഞു, അതെ, നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ശ്രീരാമനെ പോലെയുള്ള ഒരു ചേട്ടന് ലക്ഷ്മണനെ പോലെയുള്ള ഒരു അനുജനാണ് ഞാനെന്നോ? അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാനേ 4-5 വർഷമായി അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്. അവൾ മാത്രമായിരിക്കും തന്റെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ള കാര്യം കൂടി നമ്മുടെ അജയ് ശരണിന്റെ മുഖത്തടിച്ചതുപോലെ പറയുമ്പോൾ അവിടെ വെച്ച് അളിയനും കൂടി ചെറിയൊരു കയ്യാങ്കളിയൊക്കെ ഉണ്ടാകുകയാണ്. അങ്ങനെ നമ്മുടെ അജയുടെയും അതുപോലെ തന്നെ നമ്മുടെ നിരഞ്ജനയുടെയും വിവാഹം അത് വളരെ ഗംഭീരമായിട്ട് തന്നെ അളകാപുരി തറവാട്ടുകാര് നടത്തുക. പിന്നീടാണെങ്കിലോ ഇവരെല്ലാരും കൂടി ചേർന്ന് ഒരു ട്രിപ്പ് പോവുക. അപ്പൊ ട്രിപ്പ് പോവാന്ന് പറയുമ്പോ മൂന്നാറിലേക്കാണ് എല്ലാരും കൂടി ഒരു ട്രാവലർ എടുത്തിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി പോവുക. ഇവരുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു വിശേഷങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളും ഒന്നും തീരെ ഇഷ്ടപ്പെടാതെ അപർണ ഇവരോടൊപ്പം തന്നെയുണ്ട്. അങ്ങനെ നിരഞ്ജന ആ വീട്ടിലേക്ക് മരുമകളായിട്ട് വലതുകാലെടുത്ത് വെച്ച് വരുമ്പോഴത്തേക്കിനും അവിടുത്തെ കാരണവര് പറയാണ്, അതെ, മോള് ഈ വീട്ടിലേക്ക് വന്നത് ഓക്കെ, പക്ഷേ ഉണ്ണിത്താനുമായിട്ടുള്ള ഒരു ബന്ധത്തിനും ഞങ്ങൾ ഈ കുടുംബക്കാര് തയ്യാറല്ല. അതങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ നിരഞ്ജനയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ വീട്ടിലേക്ക് അളകാപുരി തറവാട്ടിലേക്ക് ഇവളെ സ്വീകരിക്കുന്നത് തന്നെ. അങ്ങനെ ആ ഒരു ട്രിപ്പിന് പോയിട്ട് ആ സ്ഥലത്ത് വെച്ചിട്ടും നമ്മുടെ അപർണ ചില പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുകയാണ്. അപർണ വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിരഞ്ജനയും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം അത് ഏകദേശം പുള്ളിക്കാരെ ഒപ്പിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊമോ കാണിച്ചുകൊണ്ടാണ് ജാനകിയുടെയും അഭിയുടെയും വീട് സീരിയലിന്റെ നെക്സ്റ്റ് വീക്ക് വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു.